അനിഴവും കാർത്തികയും തമ്മിൽ മധ്യമ പൊരുത്തമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ ഈ ദമ്പതികൾക്ക് സാധിക്കും. വലിയ ഐക്യമൊന്നും ഉണ്ടാകണം എന്നില്ല. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ഒരുമിച്ച് ജീവിച്ചു പോകാൻ കഴിയുന്ന നക്ഷത്രങ്ങളാണ് ഇത് രണ്ടും. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും. കുടുംബത്തിൽ മേൽക്കൈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാകും. കാർത്തിക എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പലതിനും അനിഴം വഴങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വരും. കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് പോകുന്നത് കൂടുതലും അനിഴത്തിൽ പിറന്ന ആൾ തന്നെയായിരിക്കും. കാർത്തികയുടെ വാശിക്ക് മുന്നിൽ അനിഴത്തിന് ഏറെ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വഴങ്ങിക്കൊടുക്കേണ്ടി വരും പലപ്പോഴും. എങ്കിലും പരസ്പരം സ്നേഹിക്കാൻ ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ജനിച്ച ദമ്പതികൾക്ക് സാധിക്കും. പ്രതിസന്ധികൾ ഇവർ ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കാൻ പ്രവർത്തിക്കും. കാർത്തികയെ അനുസരിപ്പിക്കാൻ അനിഴത്തിന് പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. എന്നാൽ തന്ത്രപരമായി പ്രവർത്തിച്ച് കാർത്തികയെ വരുതിയിലാക്കാൻ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്ക് സാധിക്കും. ഇടവക്കൂറിലെ കാർത്തികയും അനിഴവുമായിട്ടാണ് കൂടുതലും ചേർച്ചയുള്ളത്. സ്ത്രീ നക്ഷത്രം കാർത്തികയും പുരുഷ നക്ഷത്രം അനിഴവുമായിരിക്കുന്നതാണ് കൂടുതലും നല്ലത്.